ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോടൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് പെട്ടെന്നൊരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പേർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. പിന്നെ തമിഴ്നാട്ടിലേക്കൊക്കെ നമ്മളോട് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷെ ചെറിയൊരു പൊതി ആയിരുന്നു അത്. ഞാൻ അയച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അവിടെ കൊറിയർ ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ അവർ പറയണത് അയച്ചിട്ടുണ്ട്, പക്ഷേ അവർക്കും കിട്ടിയിട്ടില്ല. അവരാണെങ്കിൽ കസ്റ്റമർ ആണെങ്കിൽ എന്നോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു 140ൻ്റെ ഒരു കിറ്റായിരുന്നു അവർ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ അയച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കും ഉറപ്പാണ്. അപ്പോൾ പറയാൻ വന്നത് ഇപ്പം അതല്ല. അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ സാധനം കിട്ടാണ്ടാവുമ്പോൾ നിങ്ങളൊന്ന് എന്നെ കൺഫേം ചെയ്യണം. കാരണം നിങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഞാൻ അറിയുള്ളൂ സാധനം കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ സാധനം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്നെ കൺഫേം ചെയ്യണം, എന്നാലാണ് ഞാൻ അറിയുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയണത്, കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. എവിടുന്നാണ് കോൾ വന്നത്? പെരിന്തൽമണ്ണ, പിന്നെ വേറെ എന്തോ ഒരു പേരും പറഞ്ഞു. പെരിന്തൽമണ്ണ, പിന്നെന്താ ഒരു പേര് പറഞ്ഞിട്ട്, അങ്ങനെ 2 സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരാൾ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു രാത്രി ഒരു 7 മണി ഒക്കെ ആകുമ്പോഴാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ച് എന്തെങ്കിലും കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. പെരിന്തൽമണ്ണ. അപ്പോൾ എനിക്ക് ഓർമ്മയില്ലല്ലോ, ഒരുപാട് ആളുകൾ ഓർഡർ ആക്കുന്നതാണ്. ഒരുപാട് പെരിന്തൽമണ്ണയിലേക്കും നമ്മൾ അയക്കുന്നതാണ്. ഒരുപാട് സ്ഥലത്തേക്ക് നമ്മൾ അയക്കുന്നതാണ്. ഇന്ന ആളുടെ പേരും ചിലപ്പോൾ ഇന്ന ആളുടെ അഡ്രസ്സും ഫോൺ നമ്പറും തന്നാൽ അത് വാട്സപ്പിൽ നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഇന്ന ആളെന്ന് നമുക്കറിയുള്ളൂ. അല്ലാണ്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് വിളിച്ചിട്ട് ആർക്കെങ്കിലും കൊറിയർ അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 7 മണിയാകുമ്പോൾ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. പെരിന്തൽമണ്ണയിൽ നിന്നാണ് വിളിക്കണത് എന്ന് ചോദിച്ച് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒരു കൊറിയർ, റോട്ടിൽ നിന്ന് ഒരു കൊറിയർ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ നിങ്ങളുടെ നമ്പർ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിളിച്ചതാണ് എന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ ചോദിച്ച് കൊറിയറാ, പക്ഷെ ആർക്ക് അയച്ചു എന്താ അയച്ചതെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് വാട്സപ്പിൽ സെർച്ച് ചെയ്താൽ മാത്രമാണ് എനിക്ക് ഇന്ന ആൾ അല്ലെങ്കിൽ ഇന്ന പേര് എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഇത് ആർക്ക് അയച്ചതാണ് എന്നുള്ളത് എനിക്ക് അറിയാൻ കഴിയില്ല. ഈ വീഡിയോസ് കാണുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഇത് കൊറിയർ ഓഫീസിൽ നിന്ന് കൊണ്ടുപോണ വണ്ടിയുടെ കുഴപ്പമൊന്നുമല്ല. കൊറിയർ ഓഫീസിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് അവർ വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് വീണ് പോയതാണ് ഈ കൊറിയർ. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് വീണ് പോയപ്പോൾ ആ നാട്ടുകാർ, ഒരു ഓട്ടോറിക്ഷക്കാരനാണ് ഇത് കിട്ടിയത്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അതിൽ ഫസ്റ്റ് കാണുന്ന ഫ്രം അഡ്രസ്സിൽ എൻ്റെ പേര് കണ്ട് എൻ്റെ നമ്പറും കണ്ടപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് വിവരം പറഞ്ഞു, ഇങ്ങനെ റൂട്ടിൽ നിന്ന് ഒരു കൊറിയർ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങളുടെ നമ്പർ കണ്ടപ്പോൾ നിങ്ങൾക്ക് വിളിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആരാ എന്താന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ഓട്ടോറിക്ഷയിൽ നിന്ന് വീണ് പോയി എന്ന് കണ്ടപ്പോൾ അവർ പെട്ടെന്ന് റിട്ടേൺ വന്നിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ച്. അപ്പോൾ തന്നെ അയാൾക്ക് ഫോൺ കൊടുത്തിട്ട് അയാൾ പറഞ്ഞു സാധനം കിട്ടിയിട്ടാന്ന് പറഞ്ഞു. പക്ഷെ ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറിയർ വാങ്ങിയിട്ട് പോകുമ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഞാൻ ഉത്തരവാദിയല്ല. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടുന്ന് അയച്ചിട്ട് പ്രൊഡക്റ്റ് കിട്ടാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്. കാരണം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാം. സാധനം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഫോണ് വിളിച്ചു കഴിഞ്ഞാൽ ഫോണൊന്ന് എടുക്കണം. കാരണം നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് അവരാണെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ വന്ന് എടുത്താൽ മതി എന്നുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അവർ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുക്കുക. ഫോൺ എടുത്തിട്ട് കറക്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവരവിടെ മാറ്റി വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം റിട്ടേൺ അയക്കണ ദിവസം അവരെന്ത് ചെയ്യും, ഒന്നുകൂടെ വിളിച്ച് നോക്കുകയാണ് അവർ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യാറ് അവർ. എന്നിട്ടും എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ കാണുന്ന അഡ്രസ്സിൽ എന്നെ തിരിച്ച് വിളിച്ചിട്ടാണ് പറയുക, അവർ വിളിച്ചിട്ട് കിട്ടണില്ല, അപ്പം നിങ്ങളൊന്ന് വിളിച്ച് പറയുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുക. അപ്പോഴാണ് ഞാൻ അറിയുള്ളൂ. ഇപ്പം മിക്ക കേസും അങ്ങനെയാണ്. അപ്പം അത് നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സാധനം വാങ്ങിയിട്ട് വീട്ടിൽ പോണ സമയത്ത് നല്ലപോലെ കൊണ്ടുപോവുക. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ആ സമയത്ത് അത് വീണ് പോയത് അവരും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ
അവരെന്നെ കോണ്ടാക്ട് ചെയ്യുക. പക്ഷെ അവർ മേടിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ വീണ് പോയതാണെന്ന് ചിലപ്പോൾ ആരോടും പറയില്ല. അവരെന്നെ വിളിച്ചതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ സംഭവം അറിഞ്ഞതും ഒക്കെ. അല്ല അവരെ കയ്യിൽ നിന്ന് അത് സ്വാഭാവികമായിട്ട് വീണ് പോയി ആരും എന്നെ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ അയച്ച സാധനം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ടാണ് പറയണത്, സാധനം വാങ്ങിയിട്ട് പോകുമ്പോൾ സൂക്ഷിച്ചിട്ട് നല്ലപോലെ കൊണ്ടുപോവുക. നിങ്ങൾക്ക് സാധനം കിട്ടിയിട്ട് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അത് എന്നോട് പറയുക. പിന്നെ 1-2 പേര് വെൽവെറ്റിൻ്റെ ബണ്ണ് വൈറ്റിൻ്റെ മുകളിൽ ഓട്ടൊക്കെ ആയത് എനിക്ക് കാണിച്ചു. പക്ഷെ ഞാൻ സത്യത്തിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിനി കൊടുത്തയക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടോയെന്നും അത് എനിക്കറിയില്ല. നിങ്ങൾ വീഡിയോസ് വിട്ടുതന്നപ്പോഴാണ് ഞാൻ ആ സംഭവം നോക്കുന്നത്. എന്തായാലും ഞാൻ അവരോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസിൽ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കഴിഞ്ഞ ദിവസം 5 രൂപയുടെ ബീഡ്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് സ്റ്റോക്കാണ് ഉള്ളത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മൾ ബീഡ്സ് കളക്ഷൻ ഇനി 1 മാസം കഴിഞ്ഞിട്ടാണ് ഇറക്കുള്ളൂ. നമുക്കെല്ലാം കൂടെ എത്തിപ്പെടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.